അല്ല, ഈ പറഞ്ഞ ഈ കാറ്റഗറിയൊക്കെ വളരെ താൽക്കാലികമാണ്. അത് നിരൂപകരും സിനിമാ ചരിത്രകാരന്മാരും ഒക്കെ അവരുടെ സൗകര്യത്തിന് വേണ്ടി കാണിക്കുന്നതാണ്. ഒരു ഫിലിം മേക്കറും ഇന്ന കാറ്റഗറി വേണ്ടിയാണ് സിനിമ എടുക്കുന്നതെന്ന് വിചാരിക്കാറില്ല. അവാർഡ് നേടിയ സംവിധായകരും ഈ സിനിമ അവാർഡ് നേടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വിതരണ പ്രദർശന സമ്പ്രദായത്തിൻ്റെയൊക്കെ ചില പ്രത്യേകതകൾ കൊണ്ടും ചില പരിമിതികൾ കൊണ്ടും അത് കൂടുതൽ ആളുകളിലേക്ക് എത്താറില്ല. പിന്നെ നല്ല അഭിരുചി, ഇപ്പോൾ ആധുനികമായിട്ടുള്ള പരീക്ഷണ ഉന്മുഖമായിട്ടുള്ള കോണ്ടൻറ്റ് അത് സിനിമയിലെന്നല്ല ഏതിലായാലും അതിന് വായിക്കുന്നക്കാർ കുറവല്ലേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നമ്മളൊരു പൈങ്കിളി പ്രസിദ്ധീകരണം എന്ന് പറയുന്നതിൻ്റെ 100 അംശം പോലും ഇല്ല നമ്മൾ ഒരു ക്വാളിറ്റി സാഹിത്യം വരുന്നതിന്, അല്ലേ? അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ കാര്യമായാലും മറ്റേത് കാര്യത്തിലായാലും നല്ല അഭിരുചിക്ക് ആൾക്കാർ കുറവേ ഉള്ളൂ. അത് ഒരു യൂണിവേഴ്സലായ സത്യമാണ്. അത് കേരളം മാത്രമല്ല, ലോകത്തെല്ലാവിടെയും അങ്ങനെയാണ്. അത് മാറി വരുന്നുണ്ട്. ഇന്നിപ്പോൾ ആർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അഭിരുചി മാറി വരുന്നുണ്ട്. ഫിലിം ഫെസ്റ്റിവലുകളിലെ ജനപങ്കാളിത്തം അതോടുകൂടി കുറേയും കൂടി പൊതുജനങ്ങൾക്കത് പ്രാപ്യമായിട്ടുണ്ട്. ഒരു സിനിമാ ഭാഷ അവർക്ക് കുറച്ചുകൂടി സ്വായത്തമായി കഴിഞ്ഞു. പണ്ട് കാലത്ത് ആളുകൾക്ക് മനസ്സിലാവുമോ എന്ന് പേടിച്ചിട്ടുള്ള സിനിമകൾ ഇന്ന് സാധാരണ സിനിമകളിൽ പോലും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ഇത് കുറച്ച് പറഞ്ഞാൽ അത് സമൂഹത്തിന് രുചിക്കുമോ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് സിനിമയിൽ നമുക്ക് വളരെ സ്വാഭാവികമായി കാണാം. സോ അതൊക്കെ എല്ലാവരും മാറ്റത്തിൻ്റെ പ്രോസസ്സാണ്. അന്ന് പല ചാലഞ്ചുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വേറെ ചാലഞ്ചുകളാണുള്ളത്. തിയേറ്ററിൽ നിന്ന് അകന്നു എന്ന ഒരു സ്വീപ്പിംഗ് ആയൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ സാധ്യമല്ല. കാരണം ഈ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളിലാണ് 100 കോടിയും 200 കോടിയൊക്കെ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് വരുന്നത്. അതിശോക്തിയുള്ള കണക്കുകളായിരിക്കാം അത്. എന്നാൽ തന്നെയും ഇതൊന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത കാര്യമാണ്. ഒരുപക്ഷെ ശ്രീകുമാർ പറഞ്ഞതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഒരു 10 സിനിമകൾ ഇറങ്ങുന്നുവെങ്കിൽ 8 സിനിമകളിലും ഒരു ആവറേജ് ആളുകൾ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും 2 സിനിമകൾക്ക് ധാരാളം ആളുകൾ കയറുന്ന പോലുള്ള സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന വിഭവങ്ങൾ വേറെയാണ്. അവർക്ക് വലിയ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ എക്സ്പീരിയൻസ് ആവശ്യമുള്ള സിനിമകൾ കാണാൻ പോകുന്നു. മറ്റു തരം സിനിമകൾ നമ്മൾ OTTയിലും TV-യിലും കമ്പ്യൂട്ടറിലും ഒക്കെ കാണുന്നു. അങ്ങനെയൊക്കെ അത് സാങ്കേതികതയുടെ സഹായത്തോടു കൂടിയിട്ട് മാറുന്ന സമൂഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ ഇല്ലാതിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തിയേറ്ററിലെത്തുന്ന സിനിമകളുടെ സ്വഭാവം വേറെ ആയിരിക്കാം. ഇപ്പോൾ വിപണനത്തിൻ്റെ ഒരു രീതിയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയിൽ സിനിമാ തിയേറ്ററിൽ എത്രമാത്രം ആൾ കൂടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാന കാര്യം. പണ്ട് 50 ദിവസം ഓടി 100 ദിവസം ഓടി എന്ന് പറയും. ഇന്ന് അതൊരു പ്രസക്തമായിട്ട് ചോദ്യമല്ല. ആദ്യത്തെ 10 ദിവസം എന്തുമാത്രം എത്ര പെർസെൻറ്റേജ് ഓഡിയൻസിന് കണ്ടു എന്നുള്ളതാണ് അതിൽ. സോ അങ്ങനെ മാർക്കറ്റിൻ്റെ ഇക്വേഷൻസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓരോ കാലഘട്ടത്തിലും ഒരു ലേബൽ ഒട്ടിച്ച് വരുന്നു എന്നല്ലേ ഉള്ളൂ. എല്ലാ കാലത്തും ന്യൂജൻ സിനിമയുണ്ട്. നേരത്തെ പറഞ്ഞ 70-കളിലും 80-കളിലൊക്കെ ഭരതൻ, പത്മരാജൻ ഒക്കെ ചെയ്തപ്പോൾ ന്യൂജൻ ആണത്. ന്യൂജൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. ഒരു പുതിയ ജനറേഷൻ്റെ ഒരു തിരപ്പുറപ്പാടായിരുന്നു അത്. ഇപ്പോൾ വേറെ രീതിയിലാണ് കാണുന്നത് എന്നേ ഉള്ളൂ. എക്കാലത്തും അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. എല്ലാ ടെലിവിഷൻ ചാനൽസിനും ഓരോ അവാർഡുണ്ട്. എല്ലാ പ്രൈവറ്റ് സംഘടനകൾക്കുണ്ട്. ഇപ്പോൾ അവാർഡിൻ്റെ തന്നെ മൂല്യം കുറഞ്ഞു. അപ്പോൾ അവാർഡിന് വേണ്ടി ഞാനെന്തായാലും ചെയ്യുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഫിലിം മേക്കർ അവാർഡിന് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംശയമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകളെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ അതിൽ വലിയ കോംപ്രമൈസസുകളില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഓരോ കലാകാരൻ്റെ ലക്ഷ്യം. അവാർഡുകൾ അതിൻ്റെ വഴിയിൽ വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങനെ കോൺഷ്യസ് അല്ല. പുതിയ ആൾക്കാർ കടന്നു വരണം. പണ്ട് പറഞ്ഞ പോലെ നമ്മൾ ഒരു നടനോ നടിക്കോ അല്ലെങ്കിൽ ഒരു സംവിധായകന് ആവാൻ താല്പര്യമുള്ള ഒരാൾക്കോ സിനിമയിലേക്ക് എത്തണമെങ്കിൽ കോടമ്പാക്കത്തിൽ തന്നെ പോകണം. ആ ഇതൊക്കെ ഒന്ന് മാറി. ഇന്ന് നമ്മളുടെ തൊട്ടടുത്തുള്ള നഗരത്തിലോ ഗ്രാമത്തിലോ ഒക്കെ സിനിമകൾ എടുക്കുന്ന കാര്യമായി. നമ്മളൊരു ഫോണിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അത്
സിനിമ അയാൾക്ക് ഫിലിം എടുക്കാൻ വേണമെങ്കിൽ. സോ സാങ്കേതികതയും എല്ലാം പുതിയ തലമുറയ്ക്ക് ഏറ്റവും സഹായകരമായ കാര്യത്തിലാണ് മാറിയത്. തീർച്ചയായും അവർക്ക് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി, നല്ല കാര്യം അത്. ഓരോ സിനിമയിലും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നു. നമുക്ക് സിനിമ തുടങ്ങുമ്പോണ്ടാവുന്ന ഒരു ലക്ഷ്യമുണ്ട്, അതിനകത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പരിമിതികളുണ്ട്, നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. സിനിമ എത്ര അവാർഡ് കിട്ടിയാലും എത്രയൊക്കെ നല്ലതെന്ന് ആരൊക്കെ പറഞ്ഞാലും അതിനകത്തുള്ള പോരായ്മകളെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള അതിനെക്കുറിച്ച് നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും ഉണ്ട്. അതിനെക്കുറിച്ച് സന്തോഷവും നിരാശയും ഒക്കെ ഇടകലർന്നിട്ടാണ്. അപ്പോൾ അതിലൊരു ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരുപക്ഷേ നമ്മൾ ഏറ്റവും റീസെൻ്റായി ചെയ്തതിനോടായിരിക്കും കുറച്ചുകൂടി നമുക്കൊരു വാത്സല്യം ഉണ്ടാകുന്നത്, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 4 മക്കളുണ്ടെങ്കിൽ മക്കളോട് ആരോടാ സ്നേഹം ചോദിക്കുന്ന എന്നുള്ള ചോദ്യമാണ്. പക്ഷേ അതിനൊരു ഉത്തരവുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ഇളയതിനോടായിരിക്കും നമുക്ക് കുറച്ചൊരു വാത്സല്യം കൂടുതൽ, കാരണം അത് വളരെ റീസെൻ്റാണ്, അതിന് കുറേ കൂടി കെയർ ആവശ്യമുണ്ട് എന്നതുപോലെ നമ്മുടെ ഈ റീസെൻ്റായ സിനിമകളായിരിക്കും കുറേ കൂടി മനസ്സിൽ നിൽക്കുന്നത്. വിദേശത്ത് ചെയ്തത് ഇവിടെ എന്നുള്ള സിനിമയാണ്. ഇവിടെ പൃഥ്വിരാജ് വെച്ച് 2 സിനിമകൾ ചെയ്യുന്നു. വിദേശത്താണ്. അതൊരു വിദേശ മലയാളികളുടെയും വിദേശ ഇന്ത്യൻ്റെയൊക്കെ കഥ പറയുന്നൊരു സിനിമയാണത്. അത് അമേരിക്കയിലാണ് ഷൂട്ട് ചെയ്തത്, അറ്റ്ലാന്റ എന്നുള്ള നഗരത്തിൽ. ഇതെല്ലാം പല രീതിയിലുള്ള കഥാസന്ദർഭങ്ങൾ. നമ്മളുടെ ഈ ഗ്ലോബലൈസേഷനും ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോയി താമസിച്ചിട്ട് അവിടുത്തെ സമൂഹമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളൊരു രസകരമായ സിനിമയായിരുന്നു അത്. കുടുംബം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ശ്രീമതി 1.5 വർഷം മുമ്പ് പോയി. മകനും മകളും ഉള്ളത്. 2 പേരും തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. 2 പേർക്കും കലാഭിരുചിയൊക്കെ ഉള്ള ആൾക്കാരാണ്. മകൻ ഫിലിം മേക്കിംഗ് തന്നെ പഠിച്ച ബോംബെയിൽ, അയാൾ അഡ്വർടൈസിങ് ഫിലിം മേക്കിംഗ് ചെയ്യുന്നു. മകൾ സംഗീതമൊക്കെ പഠിച്ചിരിക്കുന്നത്, അവളും അഭിനയവും സംഗീതം എന്നൊക്കെ പറഞ്ഞു നിൽക്കുക.